കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാന്യ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എത്തിയിരിക്കുന്നത് കുടുംബവിളക്ക് സീരിയലിന്റെ ഈ വരുന്ന ഒരാഴ്ചയിലെ സൂപ്പർ ഹിറ്റ് കഥയും ഒക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് ആ കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ പങ്കജിനെ തിരക്കി വരികയാണ് പൂജ. അപ്പം രഞ്ജിത പറയുന്നുണ്ട്, എൻ്റെ പൊന്നു മോളെ, കുറച്ചധികം സമയമായിട്ട് അവൻ ആ ടെറസിൽ എന്തൊക്കെയോ കലാപരിപാടികളും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ്. ഞാൻ വിളിച്ചിട്ടൊന്നും അവൻ വരുന്നില്ല. എന്നോടാണെങ്കിൽ അങ്ങോട്ട് ചെല്ലരുതെന്നും പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം ചെയ്, മോള് തന്നെ പോയി അവനെ വിളിച്ചോണ്ട് വാന്ന് പറയുമ്പോൾ എന്നാ ഞാൻ പോയി നോക്കാം, ഇവൻ എന്താ ടെറസിൽ പരിപാടിയൊന്നും അറിയണമല്ലോ. അങ്ങനെ നമ്മുടെ പൂജ ടെറസിലേക്ക് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച അതിമനോഹരമായിട്ട് ലൈറ്റുകളൊക്കെ കൊണ്ട് അലങ്കരിച്ച് നല്ല പാട്ടൊക്കെ ഇട്ട് പങ്കജ് ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ സെറ്റപ്പ് ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഇത് കണ്ടത് നമ്മുടെ പൂജയ്ക്ക് വല്ലാണ്ടങ്ങ് ഇഷ്ടപ്പെട്ടു. പൂജയാണെങ്കിലോ, ഹായ് എന്ത് രസമാണ് പങ്കജ്, നീ ഇവിടെ ഇതൊക്കെ ചെയ്യുമായിരുന്നോ എന്ന് ചോദിച്ച് പങ്കജിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പം, അതേ പൂജ, നിനക്കൊരു സർപ്രൈസ് തരണം, അത്രമാത്രം ഞാൻ വിചാരിച്ചുള്ളൂ, നീ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണമെന്നും പറഞ്ഞ് പങ്കജ് ആ മ്യൂസിക്കിനോടൊപ്പം ഡാൻസ് കളിക്കാനായിട്ട് പൂജയെ ക്ഷണിക്കുകയാണ്. അപ്പോൾ പൂജയാണെങ്കിലോ, ഓക്കെ പങ്കജ്, നമുക്ക് ഡാൻസ് കളിക്കാമെന്നും പറഞ്ഞ് രണ്ടുപേരും ആ പാട്ടിനനുസരിച്ച് ചുവടുകൾ വെക്കുകയാണ്. പിന്നീട് ഇവരുടെ രണ്ടുപേരുടെയും വിവരങ്ങളും ഒന്നും അറിയാൻ പാടില്ലാത്തത് കൊണ്ട് തന്നെ രഞ്ജിതയും അരവിന്ദനും കൂടി വന്ന് എത്തി നോക്കുകയാണ്. അവർ വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച നമ്മുടെ പങ്കജും പൂജയും കൂടി ഡാൻസ് കളിക്കുന്ന സീനാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ അരവിന്ദനും രഞ്ജിതയും കൂടി കൈകൾ ഇങ്ങനെ അടിക്കുകയാണ്, ക്ലാപ്പ് ചെയ്തു. അങ്ങനെ രണ്ടുപേരും അച്ഛനും അമ്മയും വന്ന് കണ്ടല്ലോ എന്നുള്ളൊരു ചമ്മൽ അവിടെ നിൽക്കുമ്പോഴത്തേക്കിനും, മക്കളെ നിങ്ങൾ പൊളിച്ചു, ദേ ഇങ്ങനെ ആയിരിക്കണം, ഇപ്പം ഞങ്ങൾക്ക് എത്രമാത്രം സന്തോഷമായെന്നറിയോ, പങ്കജ് നീ പൂജയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ എന്നും പറഞ്ഞ് രഞ്ജിതയാണെങ്കിൽ പങ്കജിനെ പ്രശംസിക്കുകയാണ്. അപ്പം ഈ സമയത്താണെങ്കിലോ നമ്മുടെ പൂജയ്ക്കും ഒരുപാട് സന്തോഷമായി. അവള് ഇങ്ങനെയുള്ളൊരു അന്തരീക്ഷത്തിൽ ഇതാദ്യമായിട്ടാണ്. അങ്ങനെ ആ ഒരു സീനൊക്കെ കഴിഞ്ഞു. പിന്നീട് നമ്മളെ കാണിക്കുന്നത് നമ്മുടെ സിദ്ധുവിനെയാണ്. അപ്പം സിദ്ധാർത്ഥാണെങ്കിലോ, ഇനി എങ്ങനെയെങ്കിലും താൻ ശ്രീനിലയത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം. അതിനുവേണ്ടി അമ്മയോടും അതുപോലെ തന്നെ സുമിത്രയോടും ഒക്കെ യാത്ര പറഞ്ഞ് ആ വീട്ടിൽ നിന്ന് സിദ്ധു ഇറങ്ങുകയാണ്. അപ്പം സുമിത്ര പറയുന്നുണ്ട്, പരമശിവത്തിനുമായിട്ട് പോയി ഒരു പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട, എന്തൊക്കെയാണെങ്കിലും നിങ്ങൾ ആലോചിച്ചേ ചെയ്യാവുള്ളൂ എന്നും പറഞ്ഞ് അവൾ ഓരോ കാര്യങ്ങൾ സംസാരിച്ച് വിടുമ്പോഴത്തേക്കിനും സരസ്വതി അമ്മ പറയുന്നുണ്ട്, എൻ്റെ മോനെ വരും വരായികകളൊക്കെ നന്നായിട്ട് തന്നെ അറിയാം, പരമശിവത്തിനെയൊക്കെ അപ്പം വരച്ച വരയിൽ കൊണ്ടുവരും. ബുദ്ധിപരമായ എൻ്റെ സിദ്ധു നീങ്ങിക്കഴിഞ്ഞാൽ പരമശിവനല്ല അവൻ്റെ അപ്പൻ വരെ ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരുമെന്നും പറഞ്ഞ് സരസ്വതി അമ്മ അവിടെ നിന്നിങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കിനും സുമിത്രയാണെങ്കിൽ ഇത് കേട്ട ഭാവം പോലും നടിക്കാതെ അവിടെ അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ പരമശിവത്തിൻ്റെ വീട്ടിലേക്ക് സിദ്ധാർത്ഥ എത്തുമ്പോഴത്തേക്കിനും കാണുന്ന കാഴ്ച, പരമശിവ ആണെങ്കിൽ സർവ്വ അധികാരിയായിട്ട് ശ്രീനിലയത്തിൽ വിലസുന്നൊരു കാഴ്ചയാണ്. അപ്പം പരമശിവത്തിൻ്റെ കയ്യിൽ നിന്നും എങ്ങനെയെങ്കിലും തനിക്ക് നഷ്ടപ്പെട്ടു പോയ ശ്രീനിലയം തിരികെ ലഭിക്കണമല്ലോ. അതിനുവേണ്ടി പരമശിവത്തോട് സംസാരിക്കാനാണ് സിദ്ധാർത്ഥ ചെന്നത്. നിങ്ങൾ ആവശ്യപ്പെടുന്ന തുക അത് എത്ര തന്നെ ആയാലും ഞാൻ നിങ്ങൾക്ക് തന്നോളാം, എനിക്ക് പകരമായിട്ട് ശ്രീനിലയത്തിൻ്റെ പ്രമാണം അതെനിക്ക് തരണമെന്ന് പറയുമ്പോഴത്തേക്കിനും പരമശിവൻ പറയുന്നുണ്ട്, ഞാനേ ഇങ്ങനെയൊന്നും ഒരു വീട്ടിൽ അധികകാലമൊന്നും താമസിക്കാത്തതാ, പക്ഷേ ഈ വീടിന് എന്തൊക്കെയോ ഒരു പ്രത്യേകതയുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. പിന്നെ നീ വന്നങ്ങ് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഏറ്റെടുക്കാനും അതുപോലെ നീ തിരികെ ചോദിക്കുമ്പോൾ മടക്കി തരാനും അതൊന്നും ഈ പരമശിവൻ തയ്യാറല്ല എന്നും പറഞ്ഞ് പരമശിവൻ തൻ്റെ തീരുമാനം അറിയിക്കുമ്പോൾ സിദ്ധാർത്ഥ് ഈ പരമശിവത്തിനെതിരെയുള്ള സകല തെളിവുകളും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കമായി പരമശിവത്തിൻ്റെ കോളറിന് കയറി പിടിച്ചു സിദ്ധാർത്ഥ്. പെട്ടെന്ന് തന്നെ പരമശിവത്തിൻ്റെ കൂട്ടാളികൾ വരികയാണ്. അവർ വന്ന പാടെ തന്നെ സിദ്ധാർത്ഥിനെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സിദ്ധു, ഞാനിത് കോടതി മുഖേന മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പരമശിവം നീ അഴി എണ്ണേണ്ടി വരും, നിന്നെ ഈ കാര്യം ചെയ്യാനായിട്ട് ആരൊക്കെയാണ് സഹായിച്ചതെന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം, നിനക്കെതിരെ ദീപു മൊഴി നൽകുമെന്നുള്ള കാര്യം പറയുമ്പോഴത്തേക്കിനും പരമശിവത്തിന് പേടിയായി. അങ്ങനെ പരമശിവം ഒരു അനുനയത്തിന് തയ്യാറാകുകയാണ്. പിന്നീട് നമ്മളെ കാണിക്കുന്നത് നമ്മുടെ പൂജയാണെങ്കിലോ അവിടെ പങ്കജിൻ്റെ അടുത്ത് ഭയങ്കര സംസാരവും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ രഞ്ജിതയാണെങ്കിലോ പങ്കജിനോട് പറയുന്നുണ്ട്, മോനെ പങ്കജേ, ദേ അമ്മയ്ക്ക് നിന്നോട് സീക്രട്ടായിട്ടൊരു കാര്യം സംസാരിക്കാനുണ്ട്, മോനൊന്ന് വരാവോ എന്ന് ചോദിക്കുമ്പം, എന്താ മമ്മി, പൂജ വേറെ ആളാണോ, പൂജയും നമ്മുടെ വീട്ടിലെ ഒരു അംഗം തന്നെയല്ലേ, പൂജയോടും കൂടെ കേൾക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ എന്നോട് സംസാരിച്ചാൽ മതിയെന്നും പറഞ്ഞ് തൻ്റെ പൂജയെ ഇങ്ങനെ ചേർത്ത് നിർത്തുമ്പോഴത്തേക്കിനും പൂജ പറയുന്നുണ്ട്, നിങ്ങൾക്ക് രണ്ടുപേർക്കും സംസാരിക്കാനാണെങ്കിൽ ഞാൻ മാറിത്തരാം, ഇനി അതിൻ്റെ പേരിൽ നിങ്ങൾ വഴക്ക് കൂടണ്ടെന്ന് പറയുകയാണ്.
പെട്ടെന്ന് തന്നെ രഞ്ജിത പറയുന്നുണ്ട്, ഇത് അതൊന്നും അല്ല മോളെ, ഇത് ഓഫീസിൽ ഒരു ചെറിയ കാര്യം സംസാരിക്കാനായിരുന്നു. ഇനിയിപ്പം മോളോട് ആൻറ്റി എന്തിനാ ഒളിക്കുന്നത്? മോളുടെ അടുത്ത് എന്ത് കാര്യവും സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ എനിക്കില്ലേ? നീ എൻ്റെ മോള് തന്നെയല്ലേ എന്ന് പറഞ്ഞ് നമ്മുടെ രഞ്ജിതയാണെങ്കിൽ പൂജയെ അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോൾ പൂജയ്ക്കാണെങ്കിലോ ഒരമ്മയുടെ സ്നേഹമൊക്കെ ഇപ്പോൾ രഞ്ജിത കൊടുത്ത് തന്ത്രത്തിൽ കൂടെ നിർത്തിയത് കൊണ്ട് തന്നെ പൂജയാണെങ്കിൽ അവരോട് ഒരുപാട് അങ്ങ് അടുക്കുകയാണ്. അപ്പം ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ അരവിന്ദനാണെങ്കിലും എന്താ പ്രകടനം, നമ്മുടെ രഞ്ജിത നല്ല രീതിയിൽ തന്നെ തകർത്ത് അഭിനയിക്കുന്നുണ്ടെന്നും പറഞ്ഞ് ഇവനാണെങ്കിലും മനസ്സിൽ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. അപ്പോഴത്തേക്കിനും പങ്കജ് പറയുന്നുണ്ട്, മുഴുവൻ സ്നേഹവും കൂടി പൂജക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു മോനുള്ള കാര്യം മമ്മി മറന്നു പോകരുത് കേട്ടോ. അങ്ങനെ പറഞ്ഞ് കളിയാക്കുമ്പം നീ എൻ്റെ മോനല്ലേടാ എന്നും പറഞ്ഞ് രഞ്ജിതയാണെങ്കിൽ പങ്കജിൻ്റെ കവിളിൽ തലോടുകയാണ്. പിന്നീട് നമ്മളെ കാണിക്കുന്നത് നമ്മുടെ പൂജയാണെങ്കിൽ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അത്ര ശരിയാവില്ല. താൻ തൻ്റെ അമ്മയെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. തൻ്റെ അമ്മയോടൊപ്പം തന്നെ തിരികെ ആ വീട്ടിൽ താമസിക്കണം. അതിനി സരസ്വതി അമ്മയായിരുന്നു തടസ്സമായിട്ടുള്ളത്. ഇപ്പം സരസ്വതി അമ്മ ഇപ്പം സിദ്ധാർത്ഥ് പോകുന്നത് കൊണ്ട് തന്നെ സരസ്വതി അമ്മയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കാൻ തനിക്ക് പറ്റുമെന്നുള്ള ചിന്ത, ആ ചിന്ത പുറത്ത് നമ്മുടെ സുമിത്രയെ വിളിക്കുകയാണ് പൂജ. സുമിത്രയാണെങ്കിലും മോളെ എന്നാ ഉണ്ട് നിനക്ക് വിശേഷമെന്ന് ചോദിച്ച് അവളുടെ അടുത്ത് സംസാരിക്കുമ്പോഴത്തേക്കിനും അമ്മ എനിക്ക് അമ്മയെ പിരിഞ്ഞിരിക്കാൻ പറ്റുന്നില്ലമ്മ, എനിക്കിനി എൻ്റെ അമ്മയുടെ അടുത്തേക്ക് വരണമെന്നും പറഞ്ഞ് പൂജ ധൃതി കൂട്ടുമ്പോഴത്തേക്കിനും സുമിത്ര പറയാണ്, മോളെ അമ്മയെ ഇത്രയും ദിവസം എങ്ങനെയാണ് സഹിച്ചു നിന്നതെന്ന് നിനക്കറിയാവോ? നിന്നെ കാണാതെ നിന്നോടൊപ്പം ഉറങ്ങാതെ അമ്മ ഒരുപാട് സങ്കടപ്പെട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് എൻ്റെ മോൾ അടുത്ത ദിവസം തന്നെ ഇങ്ങോട്ട് വരണമെന്ന് പറയുക. അങ്ങനെ അവർ വളരെ ഹാപ്പി ആയിട്ട് ഫോൺ വെച്ചു. അതിനുശേഷമാണെങ്കിലോ നമ്മുടെ സിദ്ധാർത്ഥും അതുപോലെ തന്നെ അനിരുദ്ധും കൂടി സച്ചിൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അപ്പം സച്ചിനും അതുപോലെ ശീതളും തമ്മിലുള്ള പിണക്കമൊക്കെ പരിഹരിക്കണമല്ലോ. ശീതളാണെങ്കിൽ ഇപ്പം അനിരുദ്ധും അനന്യയും ഒക്കെ അവിടെ സന്തോഷമായിട്ട് ജീവിക്കുന്നത് കൊണ്ട് തന്നെ അവൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. തൻ്റെ ഭർത്താവിനെ തന്നെയും കൂടി അകറ്റി ഈ വീട്ടിൽ കൊണ്ടുവന്ന് ഒറ്റപ്പെടുത്തി നിർത്തിയിരിക്കുകയാണ് എന്നുള്ള ഒരു ചിന്തയാണ് നമ്മുടെ ശീതളിനുള്ളത്. ശീതൾ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുന്ന സമയത്ത് തക്ക സമയങ്ങളിലായിട്ട് നമ്മുടെ സരസ്വതിയമ്മയാണെങ്കിലോ ഇവൾക്ക് പോയിസൺ വെച്ച് കൊടുക്കുന്നുമുണ്ട്. സുമിത്രയെക്കുറിച്ചും അതുപോലെ അനിരുദ്ധിനെക്കുറിച്ചും അനന്യയെക്കുറിച്ചും ഒക്കെ മോശമായ കാര്യങ്ങളൊക്കെ സരസ്വതിയമ്മ ഇവളുടെ ചെവിയിൽ കൊളുത്തിയും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശീതളിന് തീരെ ആ വീട്ടിൽ നിൽക്കാൻ താല്പര്യമേ ഇല്ല. അപ്പം ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സിദ്ധാർത്ഥ് സച്ചിനും ശീതളും കൂടിയുള്ള ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നത്. അങ്ങനെതാ നമ്മുടെ സച്ചിൻ്റെ വീട്ടിലെത്തിയതും സച്ചിനാണെങ്കിലും അകത്ത് ഏതോ ഒരു റൂമിലിരിക്കുകയാണ്. അപ്പം ശീതളിൻ്റെ കാര്യം പറയാനാണ് സച്ചിനെ ഞങ്ങൾ വന്നതെന്ന് പോലും സിദ്ധാർത്ഥ് പറഞ്ഞിട്ട് സച്ചിനാണെങ്കിൽ ഇറങ്ങി വരാൻ കൂട്ടാക്കുന്നേ ഇല്ല. നിങ്ങൾ എൻ്റെ ഭാര്യ അവിടെ പിടിച്ചു വെച്ചിരിക്കുകയല്ലേ, നിങ്ങളുടെ അടുത്ത് ഞാൻ ഇനി എന്താ സംസാരിക്കേണ്ടത്? നിങ്ങളുടെ വീട്ടിൽ വന്ന സമയത്താണെങ്കിലും നിങ്ങൾ എന്നെ കൈകാര്യം ചെയ്തതാണ്, അതുകൊണ്ട് തന്നെ ഇനി എനിക്കിത് സഹിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലയെന്നും പറഞ്ഞ് അവൻ ഒറ്റക്കാലെ നിൽക്കുമ്പം അനിരുദ്ധും അതുപോലെ തന്നെ സിദ്ധാർത്ഥും കൂടി അവനോട് സമാധാനപരമായി കാര്യങ്ങൾ സംസാരിക്കുകയാണ്. സച്ചിനെ, എന്ത് വന്നാലും നിന്റെ ഈ ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ഈ ഒരു സ്വഭാവവും നിന്റെ ഈ സൈക്കോ സ്വഭാവമൊക്കെ ഒന്ന് മാറ്റിവെച്ച് കഴിഞ്ഞാൽ ശീതളിന് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. നിന്നെ പിരിഞ്ഞ് ജീവിക്കാൻ ശീതളിന് സാധിക്കില്ല എന്നും പറഞ്ഞ് അവളുടെ മനസ്സിലുള്ള കാര്യങ്ങളും അതുപോലെ ഇവർ കുടുംബക്കാരെല്ലാവരും കൂടി തീരുമാനിച്ച കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. മട്ടനാണ്, ഇതൊക്കെ കേട്ടാലും ഓക്കെയാണ് കേട്ടോ. അങ്ങനെ ആ ഒരു സീനൊക്കെ കഴിയുമ്പോഴാണെങ്കിലോ നമ്മുടെ ചിത്രയ്ക്ക് ചെറിയൊരു നെഞ്ചുവേദനയൊക്കെ വന്നല്ലോ. അതുകൊണ്ട് തന്നെ ചിത്രയുമായിട്ട് അപ്പുവാണ് ആശുപത്രിയിലേക്ക് പോകുന്നത്. അപ്പു കൊണ്ടുപോയി അമ്മയെ തിരികെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവരികയും ചെയ്തു. ഇവിടെ വന്നു കഴിയുമ്പോഴാണ് പരമശിവുമായിട്ടുള്ള സകല ബന്ധങ്ങളും അറുത്തുകൊണ്ട് നമ്മുടെ ദീപു തിരികെ വീട്ടിലെത്തുന്നത്. വരുമ്പോഴത്തേക്കിനും ആണെങ്കിലും ചിത്രയ്ക്ക് വയ്യാതെ അപ്പു ആശുപത്രിയിൽ കൊണ്ടുപോയ കാര്യങ്ങളൊക്കെ അറിയുമ്പോഴത്തേക്കിനും ചിത്രയോട് പറയാണ്, ചിത്രയെടി ഞാൻ കൊണ്ടുപോകുമായിരുന്നല്ലോ നിന്നെ, ഞാൻ പറഞ്ഞതല്ലേ നിന്നെ ആശുപത്രി കൊണ്ടുപോയിക്കോളാം എന്നുള്ള കാര്യമൊക്കെ, പക്ഷേ നീ അതൊന്നും കേട്ടില്ല. നീ ഇപ്പോഴും എന്നെ ഒരു അന്യനെ പോലെയാണോ കാണുന്നത്? എൻ്റെ സുമിത്രേച്ചി ആണെങ്കിൽ എന്നോട് എല്ലാത്തിനും ക്ഷമിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴത്തേക്കിനും ചിത്ര പറയുക, നിങ്ങൾ നിങ്ങളുടെ ചേച്ചിയെ ചതിച്ചു, അതുപോലെ തന്നെ നിങ്ങൾ എന്നെയും നമ്മുടെ മകനെയും ചതിച്ചു, അതൊന്നും മറക്കാനായിട്ട് ഞങ്ങൾക്ക് പെട്ടെന്നൊന്നും പറ്റില്ല എന്നും പറഞ്ഞ് അവളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ദീപുവിൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്.
പെട്ടെന്ന് തന്നെ അപ്പു ആണെങ്കിലോ അച്ഛനും അമ്മയും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിനിടയിലേക്ക് കയറി വന്ന് ദീപുവിനോട് പറയുന്നുണ്ട്, അതെ, നിങ്ങൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ അത് പെട്ടെന്നൊന്നും മറക്കാൻ പറ്റുന്നതല്ലല്ലോ. എത്രമാത്രം ആഴത്തിലാണ് ഞാൻ പൂജയെ സ്നേഹിച്ചത്. അത് നമുക്ക് രണ്ടുപേർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഒരു അച്ഛനോട് സംസാരിക്കുന്ന പോലെയല്ല, ഒരു സുഹൃത്തിനോട് സംസാരിക്കുന്നത് പോലെ തന്നെയാണ് ഞാൻ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ടാണ് നിങ്ങൾ പങ്കജിന് വേണ്ടി കാര്യങ്ങൾ നീക്കിയത്. അതുകൊണ്ട് ഇതൊന്നും ക്ഷമിക്കാനുള്ള മനസ്സൊന്നും എനിക്കില്ല എന്നും പറഞ്ഞ് അവൻ ദേഷ്യപ്പെടുമ്പോഴത്തേക്കിനും, മോനെ, എൻ്റെ ചേച്ചി എന്നോട് ക്ഷമിച്ചു, സിദ്ധുവേട്ടൻ ക്ഷമിച്ചത് കൊണ്ട് മാത്രമാണ് സിദ്ധുവേട്ടൻ ഞാൻ പരമശിവത്തിന് കൊടുക്കാനുള്ള പൈസ മുഴുവനും എനിക്ക് തന്നത് എന്നുള്ള കാര്യം ദീപു പറയുക. അപ്പൊ ചിത്രയ്ക്ക് മനസ്സിലായി, നിങ്ങൾ എന്തൊക്കെയോ തട്ടിപ്പ് കാണിച്ച് സിദ്ധാർത്ഥന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചതാണല്ലേ. എൻ്റെ മനുഷ്യ, നിങ്ങൾക്ക് നാണം ഇല്ലേന്ന് ചോദിച്ച് ചിത്രയാണെങ്കിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇവൻ പറയുന്നുണ്ട്, ഞാൻ അങ്ങനെയൊന്നും പോയി ആരോടും ഇരന്നതല്ല. പക്ഷേ എൻ്റെ അവസ്ഥ മനസ്സിലാക്കി പുള്ളിക്കാരൻ എന്നെ സഹായിക്കാൻ തയ്യാറായതാണ്. അതുകൊണ്ട് തന്നെ പരമശിവവും ഞാനും തമ്മിലുള്ള സകല ഇടപാടും തീർത്തു. ഇനി നമുക്ക് സമാധാനപരമായി ജീവിക്കാമെന്നും പറഞ്ഞ് ചിത്രയെ ചേർത്ത് പിടിക്കാൻ നോക്കുമ്പോൾ ചിത്രയാണെങ്കിലോ അമ്പിനും വില്ലിനും അടുക്കാണ്ട് അവിടെ അങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് നമ്മുടെ അനിരുദ്ധാണെങ്കിലോ പൂജയുടെ കാര്യത്തിൽ ഒരു തീരുമാനമൊക്കെ എടുക്കണം. പൂജ ഒരുപാട് ദിവസമായി മാറി രഞ്ജിതാൻ്റെ വീട്ടിൽ നിൽക്കുന്നത്. അപ്പം തൻ്റെ അമ്മയോട് പോയി ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുക. അമ്മേ, ഇപ്പം എനിക്ക് തരക്കേടില്ലാത്ത ജോലിയുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ വേറൊരു വീടെടുക്കാം, അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് താമസം മാറാം എന്നുള്ള കാര്യമൊക്കെ അനിരുദ്ധ് ഇങ്ങനെ സുമിത്രയുടെ അടുത്ത് പറയുകയാണ്. പെട്ടെന്ന് തന്നെ സുമിത്രയും പറയുന്നുണ്ട്, മോനെ, ഇപ്പം എന്തായാലും അമ്മ ഈ വീട്ടിൽ നിന്ന് വരാൻ തയ്യാറല്ല. മോനൊരു കാര്യം ചെയ്യും, മോൻ അതുപോലെ ഒരു വീടെടുത്തോ, അമ്മയ്ക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷേ അവിടെ അമ്മയും പൂജയും കൂടി വന്നു കഴിഞ്ഞാൽ ശരിയാവില്ല മോനെ. നീ ഒരു കാര്യം ചെയ്യ്, അനന്യയ്ക്കും കുഞ്ഞിനും ഒപ്പം ആ വീട്ടിലേക്ക് താമസം മാറിക്കോ എന്നിങ്ങനെ ഒരു നിർദ്ദേശം വെക്കുക. പെട്ടെന്ന് തന്നെ ഇതൊക്കെ കേട്ട് നമ്മുടെ സരസ്വതി അമ്മ അങ്ങ് വരികയാണ്. സരസ്വതി അമ്മ വന്ന പാടെ തന്നെ പറയുന്നുണ്ട്, എൻ്റെ പൊന്നു സുമിത്രേ, നീ ഈ പൊട്ടക്കളത്തിൽ തന്നെ ഇങ്ങനെ കിടന്നോ. നീ പൂജ എന്നും പറഞ്ഞ് ഇങ്ങനെ കിടന്ന് കരയേ ഉള്ളൂ. പൂജയാണെങ്കിലോ നിന്നോടൊരല്പം പോലും സ്നേഹം പൂജയ്ക്കുണ്ടോ? ഉണ്ടെങ്കിൽ അവൾ നിന്നെ ഇങ്ങനെ തനിച്ചാക്കി പോകുമായിരുന്നോ? ഇനി ഞാൻ എന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ അവൾക്ക് ഇത്രയും ഷോ ഇറക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഓരോ വർത്തമാനം പറയുക. അപ്പോൾ അനിയാണെങ്കിലോ ഞാൻ പുറത്തേക്ക് പോയിട്ട് വരാമെന്നും പറഞ്ഞ് അവൻ അവിടുന്ന് പുറത്തേക്ക് പോകുക. സരസ്വതി അമ്മ തൻ്റെ സംസാരമൊന്നും അവസാനിപ്പിക്കാനേ വിചാരിച്ചിട്ടില്ല. സരസ്വതി അമ്മ പറയുന്നുണ്ട്, എടി, എൻ്റെ സിദ്ധാർത്ഥ് നിനക്ക് വേണ്ടി എത്ര നല്ല കാര്യങ്ങളാണ് ചെയ്തത്, എന്നിട്ടും നിനക്ക് അതൊന്നും മനസ്സിലാക്കാനുള്ള ഒരു മനസ്സില്ലാണ്ടായി പോയല്ലോ സുമിത്രേ. ഇനി നീ എന്നാ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് നല്ല രീതിയിൽ ചിന്തിച്ചു പോകുന്നതെന്ന് പറയുമ്പോൾ സുമിത്ര തിരിഞ്ഞ് സരസ്വതിയെ ഒന്ന് നോക്കുകയാണ്. എന്തായാലും സരസ്വതി അമ്മയെ പുകയ്ക്കാനുള്ള കാര്യങ്ങളും വകയും ഒക്കെ നമ്മുടെ സുമിത്രയുടെ കയ്യിലുണ്ടല്ലോ. അപ്പം ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ പൂജ വരുന്നത്. അനിരുദ്ധമായിട്ടാണ് പൂജ വരുന്നത്. പൂജയെ കണ്ടതും സുമിത്ര ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുമ്പോഴത്തേക്കിനും സരസ്വതി അമ്മയാണെങ്കിലോ കടന്നൽ കുത്തിയതുപോലത്തെ മുഖമായിട്ട് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഇവളെ വിറപ്പിച്ച് ഇവിടെ നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ സരസ്വതി ആണെങ്കിൽ ഒരു പൊട്ടിക്ക് ഒതുങ്ങാമെന്ന് വിചാരിക്കുക. അപ്പം പൂജയും അതുപോലെ സുമിത്രയും കൂടി അവരുടെ സ്നേഹപ്രകടനമൊക്കെ അവിടെ നടക്കുന്ന സമയത്ത് എൻ്റെ മോളെ, ഇത്രയും ദിവസം എൻ്റെ മോളെ കാണാതെ അമ്മ ഒരുപാട് സങ്കടപ്പെട്ടാടി നിന്നേന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പൂജയ്ക്ക് ഉമ്മയൊക്കെ കൊടുക്കുകയാണ് സുമിത്ര. ഈ സമയത്താണെങ്കിലും പൂജയാണെങ്കിലും തൻ്റെ അച്ഛൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഓരോ കാര്യങ്ങളും കുറച്ച് ദിവസം കൊണ്ട് തന്നെ രഞ്ജിതയുടെ വീട്ടിൽ നിന്നും കണ്ടെത്തിക്കൊണ്ടാണ് വന്നിരിക്കുന്നത്. അവിടെയാണ് പ്രേക്ഷകർ നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് പോലെയുള്ളൊരു വമ്പൻ ട്വിസ്റ്റ്. എന്തായാലും ഒരുപാട് കാര്യങ്ങൾ ഈ രഞ്ജിത പൂഴ്ത്തി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് പലതും പങ്കജിനെ സ്നേഹം നടിച്ചുകൊണ്ട് തന്നെ ഈ രഞ്ജിതയുടെ പെറ്റായിട്ട് നിന്നുകൊണ്ട് തന്നെ നമ്മുടെ പൂജ കണ്ടെത്തിയിട്ടുണ്ട്. ഈ തെളിവുകളൊക്കെ ആയിട്ടാണ് അവൾ മടങ്ങി തൻ്റെ അമ്മയുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പം അമ്മയും അതുപോലെ സരസ്വതി അച്ചമ്മയും പൂജയും കൂടി കുറച്ചു കാലം രഞ്ജിതയുടെ വീട്ടിൽ നിന്നതാണല്ലോ. ഈ സമയത്ത് സുമിത്രയ്ക്ക് കണ്ടെത്താൻ സാധിക്കാതിരുന്ന പല രേഖകളും അവരുടെ കയ്യിൽ കിട്ടുന്നതായിട്ട് കാണിച്ചുകൊണ്ടാണ് നെക്സ്റ്റ് വീക്ക് പ്രൊമോ എത്തിയിരിക്കുന്നത്. എന്തായാലും ആ ഒരു വിശേഷത്തിനൊക്കെ ആയിട്ട് കാത്തിരിക്കുക. എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.